ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഒരു മിനി ഡീകോഡറിൻ്റെ വീഡിയോ ആണ്. ഫ്യൂടെക്കിൻ്റെ FT003 ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മിനി ഡീകോഡർ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല ആളുകളുടെയും വീടുകളിലൊക്കെ 5.1 അനലോഗ് ആംപ്ലിഫയറുകളൊക്കെ ഉണ്ടാവും. അതായത് ഈ ഡിജിറ്റൽ ഇൻപുട്ടുകളൊന്നും ഇല്ലാത്ത അനലോഗ് ആംപ്ലിഫയറുകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ടി വികളിലൊക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആമസോണും നെറ്റ്ഫ്ലിക്സും അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് സിനിമയൊക്കെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു ക്വാളിറ്റി പിക്ചർ സൗണ്ട് ക്വാളിറ്റിയൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒന്നെങ്കിൽ ഇതുപോലെയുള്ള ഡീകോഡർ ഘടിപ്പിച്ച ആംപ്ലിഫയറുകൾ, അതായത് HDMI, ARC അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കൊയാക്സിലൊക്കെയുള്ള ഒരു ആംപ്ലിഫയർ നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ടി വിയിൽ നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒപ്റ്റിക്കലിൻ്റെയോ അല്ലെങ്കിൽ കൊയാക്സിലിൻ്റെയോ അല്ലെങ്കിൽ HDMI, ARCയുടെയോ ഈ ഔട്ട്പുട്ടുകൾ വരുന്ന ഒരു ടി വി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ടി വി നമുക്കുണ്ടാകും, പക്ഷേ ആംപ്ലിഫയർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു മിനി ഡീകോഡർ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അനലോഗായിട്ട് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, ഇങ്ങനെ ഈ നമ്മളുടെ അനലോഗ് ഇൻപുട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഈ സ്മാർട്ട് ടി വിയിൽ നിന്നും നമുക്കിപ്പോൾ നമ്മളുടെ ഈ അനലോഗ് ആംപ്ലിഫയറിലേക്ക് നമുക്ക് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, HDMI, ARC ഇതിലേതെങ്കിലും ഒരു ഔട്ട്പുട്ട് എല്ലാ ടി വിയിലും സ്മാർട്ട് ടി വിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ HDMI, ARC ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ടി വിയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് HDMI, ARCയുടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് 6 ചാനൽ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ നേരെ എടുത്തിട്ട് പോയി നമ്മുടെ കൈവശമുള്ള അനലോഗ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഓഡിയോ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതേപോലെ നമ്മൾ ആ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ആംപ്ലിഫയറുകൾ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് നിലനിർത്താനും സാധിക്കും. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ചിലവൊന്നും കൂടുതലധികം വരുത്താതെ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 12 വോൾട്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ 12 വോൾട്ട് ഒരു 2 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഇതിൽ ഈ സെലക്ഷൻ വരുന്നത് HDMI, ഒപ്റ്റിക്കലോ കൊയാക്സിലെല്ലാം അത് സെലക്ട് ചെയ്യാൻ വേണ്ടി മാനുവലായിട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡീകോഡർ ബോർഡിൽ തന്നെ ഉള്ളതാണ്. നമ്മളിത് മാനുവലായിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഓക്സിലറി ഇൻപുട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു ചാർജർ. ഇതാണ് ചാർജറല്ല, ഒരു അഡാപ്റ്റർ. ഇതാണ് ഇത് 12 വോൾട്ട് ഒരു 2 ആംപിയർ കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ മതിയാകും ഇതിൻ്റെ കൂടെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി. ഈ ഒരു അഡാപ്റ്റർ മതിയാകും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ച് ഇതിൻ്റെ ഉള്ളിലെ ഡീകോഡർ ബോർഡൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിൽ പോലും നമ്മൾ ഈ മിനി ഡീകോഡറിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. അത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെറിയ നമ്മുടെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന രീതിയിലാണ് ഈ ഒരു ക്യാബിനറ്റും ഇതിനകത്തേക്ക് നമ്മൾ ഈ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതും. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ 12 വോൾട്ട് ലൈനാണ്. 12 വോൾട്ട് നമ്മൾ കൊടുക്കുന്ന ലൈന് ആണിത്. കണ്ടോ, ഇതാണ്. പിന്നെ അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ഇതാണ് ഇതിൻ്റെ 6 ചാനൽ ഔട്ട്പുട്ട്. ഇതാണ് നമ്മളിവിടെ ഡിജിറ്റൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ ഒരു 6 RCA വെച്ചിട്ടുണ്ട്. ഈ RCA വഴിയാണ് ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ആർക്കെങ്കിലും ഈ പോലുള്ള ആംപ്ലിഫയറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡീകോഡറൊക്കെ വാങ്ങി നിങ്ങൾക്ക് വെച്ച് ചെയ്യാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള ഡീകോഡറുകൾ, ഈ FT003 ഫ്യൂടെക്കിൻ്റെ തന്നെ ഡീകോഡർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.